ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വർണ്ണാലം കപ്പിൾസിലേക്ക് സ്വാഗതം. ഇന്ന് വരുന്നിരിക്കുന്നത് നമ്മളൊരു വെറൈറ്റി ഇടിയാടയുമായിട്ടാണ്. മുമ്പ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഇടിയാടേൻ്റെ മാത്രമായിട്ട്. ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഇടിയാടയാണ്. അതിനായിട്ട് നമുക്ക് ബിരിയാണി റൈസ് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങാപ്പീരയും ചേർത്തൊന്ന് അരച്ചെടുക്കുക. അരക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇടിയടയുടെ കൂട്ട്. ഇനി നമുക്കൊരു ഉള്ളി എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഇനി ഒന്നോ രണ്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് അരിഞ്ഞിടാം. അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പും കൂടെ അരിഞ്ഞിടാം. ഇനി വേണ്ടത് ഒരു 3 മുട്ടയാണ്. ഒരു 3 മുട്ട ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വരുന്നത്. ഇത് നമ്മുടെ ദ്വീപിലെ മീൻ നീറാക്കിയതാണ്. സുർക്കയും മുളകും അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അരച്ച മുളകിന് പകരം പൊടിയും ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിന്ന് കുറച്ച് നീര് അതിലേക്ക്, ഇതിനെ ഞങ്ങൾ നീരെന്നാണ് പറയുന്നത്, നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 3 മുട്ടയെ കൊണ്ട് ഒരു 4 തവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കധികം ഉപ്പൊന്നും വേണ്ടാത്തതുകൊണ്ട് ഇതിനകത്ത് ഈ നീറിൽ ഉപ്പ് ഉള്ളത് കൊണ്ടും വേറെ ഉപ്പ് ഒന്നും അതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ഉപ്പ് തന്നെ അതിന് പാകത്തിന് അതിനകത്തുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് മുട്ടയും നീരും ഒക്കെ മിക്സായി കഴിയുമ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇടിയടയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം മാറ്റി വെച്ച ചെറിയൊരു കഷ്ണം നമുക്ക് ചെറുങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാൻ ഇന്നിപ്പോൾ പിസ്സ പാനിലാണ് ഈ ഇടിയട ഉണ്ടാക്കുന്നത്. സാധാരണ അതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ പോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ പിസ്സ പാൻ ഇവിടെ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സവാള തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ചുമന്നുള്ളി ഇല്ലായിരുന്നു. ചുമന്നുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുത്ത് അതൊന്ന് കുറച്ച് മൊരിഞ്ഞ പോലെ ആകുമ്പോൾ നമുക്ക് ഇടിയാടേൻ്റെ ഈ കൂട്ടൊന്ന് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇടിയാടക്ക് ഏകദേശം ഇത്രയും മതിയാവും. പിന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വേവാൻ ആവുന്നു. വേവ് ഒരു 5 മിനിറ്റ് തന്നെ വേണ്ട, വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഈ മുട്ടയും ഇതൊക്കെ മിക്സ് ചെയ്ത് വച്ചത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ നല്ലപോലെ അതിൻ്റെ മേലെ മൊത്തമായിട്ട് സ്പ്രെഡ് ആവണം. എന്നാലേ എല്ലാ സ്ഥലത്തും അത് എത്തിയാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് സ്പർശത കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട് മുകളിൽ. ഇനി നമുക്കതൊന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റി നമുക്കൊന്ന് ഇനി സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.